നീറ്റ് പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 30 അംഗ സംഘത്തെ ബീഹാറിൽ പിടികൂടി. എന്നാൽ പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് NTA ഡയറക്ടർ ജനറൽ അവകാശപ്പെട്ടു. അടുത്ത വർഷം മുതൽ പരീക്ഷ ഓൺലൈൻ ആക്കാനുള്ള നീക്കവും NTA ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയം ഫലം സംബന്ധിച്ച പരാതികൾ വ്യാപകമായതോടെ വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസ് നേരിട്ട് പരിശോധിക്കാൻ അവസരം ഒരുക്കുകയാണ് CBSE. വിദ്യാഭ്യാസ മേഖലയിൽ പരാതികൾ വ്യാപകമായിട്ടും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡൽഹി ജന്തർ മന്ദിറിൽ CJP പ്രതിഷേധം 3ാം ദിവസവും തുടരുകയാണ്. വലിയ മുന്നൊരുക്കങ്ങളിലൂടെ നടത്തിയ നീറ്റ് പുനഃപരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചന നൽകുന്നുണ്ട്. അതായത് ബീഹാറിൽ മാത്രം അനധികൃതമായി യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതേണ്ടുന്ന വിദ്യാർത്ഥിക്ക് പകരം മറ്റൊരാളെ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷ എഴുതിച്ച സംഭവത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരുടെ എണ്ണം 30 പിന്നിട്ടിരിക്കുകയാണ്. എയിംസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ രംഗത്തെ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇന്റേണുകളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പകരം ഇത്തരത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത്. പലയിടത്തും നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിനകത്തേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സിം കാർഡുകളും കയറ്റിയെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ആരോപണങ്ങൾ ഇങ്ങനെ ശക്തമാകുമ്പോഴും ഈ കേസിൽ പിടിയിലായ മുഖ്യപ്രതി 2024 നീറ്റ് പുനഃപരീക്ഷയിൽ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്ത പ്രതിയാണ്. We have already, the government has already accepted the recommendation of the high level committee for going for a computer based testing examination. നീറ്റിന് പിന്നാലെ CBSE സംബന്ധിക്കുന്ന പരാതികൾക്കും ഒട്ടും കുറവില്ല. ഇന്നലെ പ്രഖ്യാപിച്ച 87% പേരുടെ പുനഃപരിശോധനാ ഫലത്തിലും വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. ഇതിൽ പ്രധാനമായും കൂടുതൽ പേർക്കും പരീക്ഷാ ഫലത്തിന്റെ പേപ്പർ ലഭിച്ചപ്പോൾ മുൻപ് ലഭിച്ച മാർക്കിൽ മാറ്റമില്ല എന്ന അറിയിപ്പാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തങ്ങളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. CBSE ഓൺലൈനായി അപേക്ഷിക്കാം, അതിന് ഫീസ് പ്രത്യേകം നൽകണം. തുടർന്ന് സമീപത്തെ റീജിയണൽ ഓഫീസിലെത്തിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കാനുള്ള അവസരം ലഭിക്കുക. ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.